ഹേ ഗൈസ്, എല്ലാവർക്കും ഒന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ പഴയ മുത്തൂറ്റിൻ്റെ ബ്രാഞ്ച് വരെ ഒന്ന് പോകണ്ട, ഒന്നുമില്ല, ചെറിയൊരു പരിപാടി ഉണ്ട് അവിടെ. നമ്മളെ മാനേജർ പ്രൊമോഷനായി, അതായത് BM നിന്ന് AM-ലേക്ക് പ്രൊമോഷൻ ആയിട്ടുണ്ട്, ഏരിയ മാനേജറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടി, ട്രീറ്റ് മീൻസ് ട്രീറ്റ് ഉണ്ടോയെന്ന് പറഞ്ഞൂടാ, അതായത് എന്താ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പുള്ളിക്ക് ഒരു യാത്രയപ്പോൾ കൊടുക്കുന്നല്ലോ, അതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് കൊഴിഞ്ഞു പോയ അല്ലെങ്കിൽ നിർത്തിപ്പോകുന്ന സ്റ്റാഫാണെങ്കിൽ പോലും എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഭയങ്കര സന്തോഷം. അപ്പോൾ അതിന് വേണ്ടി പോകുന്നത് ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ നിലവിൽ പരിപാടികളൊന്നും തുടങ്ങാനില്ല. ഇപ്പം സമയം ഏകദേശം വൈകുന്നേരം 5 മണിയായിട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം പോകുന്നത് പുള്ളിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം, ഒരു പാൻറ്, ഷർട്ട്, ഷൂസ്, അങ്ങനെ കുറച്ച് പരിപാടികൾ. പുള്ളിക്ക് ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാട്ടാ. നമ്മളെ മാനേജർ സാർ ഉണ്ട് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ, കാരണം പുള്ളിയുടെ സൈസിൽ നോക്കി എടുക്കാൻ പുള്ളിനെയും കുട്ടി വന്നാട്ടാ. കാശടാ കളക്ഷൻ കഴിഞ്ഞാ അഡ്വാൻസ് എടുത്ത് പറഞ്ഞു കളിയാട്ടത്തിന്റെ. ആരാ അഡ്വാൻസ്? റാഷിദ് കിട്ടിയില്ല. ഇതാണോ നോക്കിയത്? നെയ്യ് പൊരിച്ചത് അല്ല, പെട്ടെന്ന് കണ്ടപ്പോ അതാന്ന് ചോദിച്ചു. ഓ കറക്റ്റ് ലെങ്ത്. അത് ശരി. അപ്പൊ നിങ്ങളെ മെറൂണ് വെച്ചത് അഭിജിത്ത് ഒരു മെറൂണുമ്മ കൂടിയാണ്. എല്ലാരും ഒരു മെറൂണ്. അപ്പോൾ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ, കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഷർട്ട്, ഒരു ഷർട്ട് എടുത്തു, രണ്ടാമത്തെ ഷർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വിവേടം വരുന്നുണ്ട്. ചായയുടെ പരിപാടി കഴിഞ്ഞാൽ മൂപ്പര് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഇനി ഇവിടുന്നത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി. 1705 ബില്ല് കൊടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സും ഷൂസും പരിപാടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ്. അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് നേരെ തൊട്ടടുത്തുള്ള ബണ്ണിട്ട് കയറിയിട്ട് ചെറുതായിട്ടൊരു ചായയും ഒരു കടി അങ്ങനെ എന്തായാലും, കാരണം ഞങ്ങൾക്ക് ഫണ്ട് ബാക്കിയാണ്. സാധനം മേടിച്ചിട്ട് ഫണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ അത് ഫണ്ട് ബാക്കിയുള്ളത് കൊണ്ട് രാജേട്ടന് ഒരേ നിർബന്ധം ചായ കുടിക്കണമെന്നല്ല. സെറ്റല്ലേ ഗൈസ്? അപ്പോൾ നമ്മളിത് ബ്രാഞ്ചിൽ എത്തിയിട്ടാണ്. ഇവിടെ ഓൾറെഡി ഇവരൊക്കെ എല്ലാം സെറ്റ് ആക്കി. ഇവരൊക്കെ നേരത്തെ കാലത്ത് എത്തിക്കാണ്ട് കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ട്. കേക്ക് അലിഞ്ഞില്ല. ഓക്കെ. ഓ ഷൂ കാര്യങ്ങളൊക്കെ വാങ്ങി. ഇതാണ് ഷൂ ഞങ്ങൾ മേടിച്ചത്. അല്ലെങ്കിൽ ഡ്രസ്സ് ആക്കി അപ്പൊ എല്ലാരും ഓണാണ്. അപ്പുറത്തിപ്പുറത്തൊക്കെ മാനേജർമാർ എല്ലാവരും എത്തിയിട്ട് 3000 രൂപയുടെ ഷൂ, അഡിഡാസ്, മറ്റേ ലീ കൂപ്പറിന്റെ ഷൂ. പിന്നെ 2000 രൂപയുടെ ഷോർട്സ് ആണ് കാണുന്നുണ്ട്, പൈസ കാണുന്നുണ്ട്. അപ്പൊ അതിന് എന്ത് വെച്ചിട്ടാ കയ്യിൽ കസ്റ്റമർ ഇട്ടാ വിജാണ്. ഇത് റൂബിനേട്ടൻ, പുള്ളി ഇപ്പോ ഈ ബ്രാഞ്ചിലെ മാനേജറാണ്. മൂപ്പരാണ് ഇനി മുതൽ ഈ ബ്രാഞ്ചിലെ മാനേജർ. സുജിത്തായിട്ട് ഇരുന്ന കസേരയിൽ ഇനി മൂപ്പരാണ് ഇരിക്കാൻ പോകുന്നത്. അപ്പോ മൂപ്പരാണ് ഇനി മുതൽ ഇവിടെ മാനേജർ. മൂപ്പര 1-ാം തീയതി ഇങ്ങോട്ട് സിറ്റിംഗ് മാറും. പിന്നെ അപ്പുറത്തുള്ള നമ്മുടെ ചേളാരി ബ്രാഞ്ചിലെ മാനേജർ മൂപ്പരൊക്കെ വന്നിട്ടില്ല. നിജിലായിട്ട് ഇവിടെ തന്നെ അല്ലേ മൂപ്പര ഇവിടെ തന്നെ BCM ആയിട്ട്. ഞാൻ മൂപ്പര ഇവിടെ ഇറങ്ങണ ഫസ്റ്റ് വ്ളോഗിലെ മൂപ്പരെ കാണിച്ചിട്ടുണ്ട്. ദിവ്യേട്ടാ, നിങ്ങളെ ബ്രാഞ്ചിലെ വിശേഷങ്ങളൊക്കെ പറയും. നിങ്ങളെ സ്വന്തമായിട്ട് ബ്രാഞ്ചൊക്കെ മാറ്റിയിട്ട് അരിയർ ഇതൊന്നും ഇല്ലല്ലോ.
അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. എവിടെ താഴത്തേക്കാണോ പോകുന്നത്, കോട്ടയ്ക്കാണോ പോകുന്നത്? എവിടേക്ക് പോകുന്നത്? മൂപ്പര് എന്താ പറയാ, മൂപ്പര് 100% ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് കോട്ടയ്ക്ക് പോകാനുള്ള സമയമില്ല. ഒന്നാമത് സമയം ഇപ്പൊ തന്നെ 9 മണിയായി. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ലേറ്റ് ആയിട്ടാണ്. അപ്പൊ എല്ലാവരും ഇറങ്ങാനായി ഇവിടെ കൂട്ടാൻ വേണ്ടിക്കുന്നത്. എവിടേക്കാ പോകണേ തീരുമാനമായാ? എങ്ങോട്ട് പോകണമെന്ന് തീരുമാനമായാ? കോട്ടക്കൽ സൈനിലേക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്, കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ കഴിച്ച് നമ്മളിത് ഹോട്ടൽ ന്യൂലേക്ക് ഇവിടെ ഉണ്ടോ ഫുഡ് കഴിക്കാൻ വന്നേ. കയറി കേട്ടെ. ഒന്നാമത് കോട്ടയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല എന്നല്ല. ഒന്നാമത് തിരക്ക്, ഇനി അവിടെ എത്തുമ്പോഴേക്ക് കുറെ ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാ. റൂബിനായിട്ട് നിങ്ങൾ പോവാണ്ട് പിന്നെന്തേ ആര് വയറ് സമ്മതിക്കണ്ടേന്ന്. മൂപ്പര മുഖം മാത്രം ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലെടുക്കാള് മൂപ്പര. എന്തൊക്കെ ഓർഡർ ചെയ്ത്? ഒന്നും വേണ്ട. ഞാൻ ഫ്രൈഡ് റൈസ്, ഇവിടെ റൊട്ടി, ഇവിടെ മന്തി, അൽഫാമ്, ഇവിടെ റൊട്ടി, അവിടെ അൽഫാമ്, റൊട്ടി, മന്തി. ശരി, നമ്മൾ പരിഷ്കാരികൾ, മന്തി കൂട്ടാത്തവര്. ഫ്രൈഡ് റൈസ് പരിഷ്കാരി. അപ്പൊ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിട്ടാ. ബില്ലിനകത്ത് ഒരു അഡീഷണൽ ഒരു 150 രൂപ എഴുതിയിട്ടുണ്ട്. അത് ചോദിക്കാൻ വേണ്ടി വിവേട്ടൻ പോകട്ടാ. വിവേട്ടാ ചോദിക്ക്. ഗൈസ് 150 വേറെ ഒന്നുമല്ല. ഞാൻ കഴിച്ച ചിക്കൻ ഫ്രൈഡ് റൈസ് ഇല്ലേ, അതിനാണ് 150. ഷോപ്പിന് എല്ലാവരുടെ അപമാനിച്ച് 150 സെറ്റ് ഗൈസ്. അങ്ങനെ കഴിച്ച് നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയില്ല. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കാനുള്ള പരിപാടികൾ. ഇപ്പൊ സമയം ഏകദേശം 11:24, 11:30 ആയിട്ടാണ്. എന്തായാലും എന്താ പറയാ, മൊത്തത്തിൽ നൈസ് ഡേ ആയിരുന്നു. എന്താ പറയാ, ബ്രാഞ്ചിൽ ഒരുപാട് പേര് ഒരുപാട് നാളിന് ശേഷം കാണാൻ പറ്റി. അതിന്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാനേജർ പ്രൊമോഷനായി. നമുക്ക് ഈ വ്ളോഗിനകത്ത് കുറെ ഫുട്ടേജ് മിസ്സിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കുറെ ഫുട്ടേജ് ഉണ്ടായിരിക്കില്ല. അതായത് കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. കുറച്ച് ജസ്റ്റ് പല സാഹചര്യങ്ങളുണ്ട്. മഴയൊക്കെ ആയിരുന്നു മൊത്തത്തിൽ. നമുക്കൊരു പരിപാടി ഞാൻ വിചാരിച്ച പോലെ സ്മൂത്തായിട്ട് നടന്നില്ല. എന്തായാലും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളും ഇനി ഇതിന്റെ ബാക്കി വേറെ എന്തെങ്കിലും ഞാൻ പിന്നീട് അറിയിക്കാവുന്നതാണ്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ വ്ളോഗ് കാണാം കേട്ടോ. ഞാൻ കുറച്ചായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യുന്നില്ല. ഞാൻ ഷോർട്സ് ആണ് കൂടുതൽ ഇടുന്നത്. വ്ളോഗ് ചെയ്യാത്തതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ സാഹചര്യങ്ങളൊന്നും പറ്റുന്നില്ല നമ്മൾ. സോ ഇനിയും ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ വ്ളോഗിലേക്ക് തന്നെ എന്താ പറയാ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. സോ അത്രയുള്ള ലൈഫ് നിങ്ങൾക്ക് എന്താ പറയാ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത വീഡിയോ ഉടനെ കാണാം.